പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിലെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പരയിലാണ്. അതിലെ 5ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടോ, നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ കുറവുണ്ടോ, നമ്മുടെ പൊതുജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പിന്നോക്കം പോയി. അഥവാ രാജ്യത്ത് സാധാരണ ജനങ്ങൾ, വോട്ടർമാർ, അവർക്ക് പൗരാവകാശം ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന അവിടെ പൊടി പിടിച്ചിരിക്കും. പല ചട്ടങ്ങളും നിയമങ്ങളും നിയമസഭ പാസ്സാക്കും. അതും അങ്ങനെ അവിടെ ഏതെങ്കിലും ബുക്കിനകത്ത് കിടക്കും. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ഒന്നാണ് ഈ അഴിമതി. അത് പെറ്റി പൊളിറ്റിക്സ്, അത് നമ്മളെ പെറ്റി അഴിമതി. അതായത് ചെറുകിട അഴിമതി ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗതിവേഗത്തെ അത് കുറയ്ക്കുകയുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഭവ്യതയോടെ നിൽക്കണം. അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചിലപ്പം മടങ്ങി പോരണം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും സാധാരണ മനുഷ്യർക്ക് അവകാശമില്ല. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വാ എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ചെല്ലുമ്പോൾ അപേക്ഷ കണ്ടെന്ന് വരികയില്ല. അപേക്ഷ കൊടുത്തതിനൊരു അക്നോളജ്മെൻറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു. അത് കൂടുതലായിട്ടും വന്നത് അസംഘടിതരായ സർക്കാർ ജീവനക്കാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ സംഘടിതരായിട്ട് തീർന്നു. സംഘടനാശക്തി വർദ്ധിച്ചപ്പോൾ അവരെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കൊന്നും അവരെ ആരെയും നിയന്ത്രിക്കാൻ കഴിയില്ല. അവരുടെ നേതാവ് പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തിയാൽ മേലുദ്യോഗസ്ഥന്മാർക്ക് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ മന്ത്രിസഭ നിലനിൽക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഒരു സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ദുരിതമുണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കാനായിട്ട്, സർവീസ് മേഖലയിലെ അവകാശങ്ങളൊന്നും കിട്ടാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് നേടിയെടുക്കാനായിട്ട് സംഘടന ഉണ്ടാക്കി, സർവീസ് സംഘടന ഉണ്ടായി. സർവീസ് സംഘടന ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് മറുകണ്ഠം ചാടിയ ഒരു ഇഫക്റ്റായി. ഉദ്യോഗസ്ഥന്മാർ സമയത്ത് ഓഫീസിൽ വരാതായി, വന്നാൽ ജോലി ചെയ്യാതായി, വന്ന് ഒപ്പിട്ടിട്ട് എവിടെയെങ്കിലും പോവുക, ആരും ചോദിക്കാനാവില്ല. എൻ്റെ അനുഭവത്തിലും വളരെ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രാവശ്യങ്ങളുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വളരെ നിസ്സാരമായ കാര്യങ്ങൾ. ഒരു രജിസ്റ്ററിൽ പേരെഴുതി മേലുദ്യോഗസ്ഥനോട് ഒപ്പിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾക്ക് പോലും 3-4 തവണ സർക്കാർ ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം അതെല്ലാം കാലം മാറിപ്പോയി. ഇപ്പം നമുക്ക് ഓൺലൈനിലായി. നമുക്ക് ഓൺലൈനിൽ അപേക്ഷ വയ്ക്കാം. ഓൺലൈനിൽ തന്നെ നമുക്ക് അതിൻ്റെ നടപടികൾ നടക്കും, സർട്ടിഫിക്കറ്റുകൾ വരെ കിട്ടും. അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 10-20 വർഷം അല്ലെങ്കിൽ ഒരു 25-30 വർഷം മുമ്പ് നമുക്ക് സർക്കാർ ഓഫീസിൽ നിന്ന് പോയ ഒരു കാര്യങ്ങൾ നടക്കാൻ വലിയ പാടാണ്. വളരെ സത്യസന്ധരും സേവന ഉത്സുകരമായിട്ടുള്ള ആൾക്കാർ ഓഫീസുകളുണ്ടായിരുന്നു. പക്ഷേ അഴിമതിയുടെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും സത്യസന്ധരായുള്ള ആളുകൾക്കും നേർബുദ്ധികളായിട്ടുള്ള ആളുകൾക്കും ജോലി സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഈ അഴിമതിക്കാരായിട്ടുള്ള സംഘടനാ നേതാക്കളുടെ ചെൽപ്പടിക്ക് നിന്നാലേ പറ്റുള്ളൂ. അവർ ആർക്കും സഹായം ചെയ്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് എല്ലാത്തിനും ഒരു പടി വെച്ചിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ, താലൂക്ക് ഓഫീസിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയാൽ, അല്ലെങ്കിൽ RTO ഓഫീസിൽ പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ ഒക്കുകയില്ല. അവിടെ ഇടനിലക്കാർ ഏജന്റുമാരും വന്നിട്ട് നമ്മുടെ നിന്ന് അപേക്ഷ വാങ്ങിക്കും. അവർ പറയുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തും. അത് കിട്ടും. അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ട് ഞാനൊരു പൗരനാണ്, എൻ്റെ അവകാശങ്ങൾ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയാൽ അവരുടെ കാര്യം കഷ്ടത്തിലാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൻ്റെ വാതിക്കൽ നിന്നിട്ട് തിരിച്ചു പോരും. പ്രത്യേകിച്ച് അവിടെ അവർ വിവരം പോലും ശരിക്കും കൊടുക്കില്ല. നിങ്ങൾ നാളെ വാ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വാ എന്നൊന്നും കൊടുക്കുകയില്ല. അവർക്ക് കൊടുത്ത കടലാസിൻ്റെ പോലും ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുകയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതൊരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ വല്ലാതെ, നമ്മുടെ പുരോഗതിയെ വല്ലാതെ ബാധിച്ച ഒരു കാര്യമാണ്. ഇതിന് മുമ്പത്തെ ചില എപ്പിസോഡുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സേവന രംഗത്ത് മാത്രമല്ല, കാർഷിക രംഗത്ത് വലിയ പിന്നോട്ട് നമ്മുടെ രാജ്യത്തെ, നാടിനെ, കേരളത്തെ പ്രത്യേകിച്ച് പിന്നോട്ടടിച്ച ഒന്നതാണ് ഈ ഒരു തൊഴിൽ സമരം. അപ്പോൾ ഈ തൊഴിൽ സമരം എന്ന് പറഞ്ഞ് അന്ന് വാസ്തുവിൽ വളരെ ദാരിദ്ര്യം. അതായത് ഒരു ദിവസം മുഴുവൻ പണി ചെയ്ത് കഴിഞ്ഞാൽ നാഴി നെല്ലോ 2 നെല്ലോ ഒക്കെ കൂലിയായിട്ട് ഇട്ടിരുന്ന ഒരു കാലത്ത് വളരെ ദുരിതം അനുഭവിച്ചിരുന്നു. പിന്നീട് തൊഴിലാളി സംഘടന വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഘടനകളൊക്കെ വന്നു. അത് നേരെ ഒരു കുതിച്ചാട്ടത്തിലൂടെ അതിൻ്റെ റോളങ്ങ് മറിഞ്ഞുപോയി. പിന്നെ പണിക്കാരെ ജോലിക്ക് കിട്ടാൻ പ്രയാസമായി. കുട്ടനാട്ടിലൊക്കെയാണെങ്കിൽ നെൽകൃഷിക്ക് ആളെ കിട്ടുകയില്ല. കൊയ്യാനായിട്ട് ആൾ വരും, പക്ഷേ കൊയ്ത്തിന് വലിയ നിബന്ധനകളാണ്. ഇത്ര പറ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ഇത്ര പറ അവർക്ക് പദം അടക്കണം. അതിങ്ങനെ വലിയ, അതായത് കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ തൊഴിലാളികൾ അവരുടെ ഡിമാൻഡുകൾ കൂട്ടി. തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ അവർ ലെവി കൊടുക്കണം. ഏത് തൊഴിലാളിയാണെങ്കിലും മാസത്തിൽ 1 ദിവസത്തെ വരുമാനം പാർട്ടിക്ക് കൊടുക്കണം. അതുകൂടാതെ പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ പരിപാടികൾക്ക് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് തൊഴിലാളികൾ ആ പൈസ അവരുടെ തൊഴിലുടമയിൽ നിന്ന് നിർബന്ധമായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചു, സംഘടിതമായിട്ട് ശ്രമിച്ചു. കുട്ടനാട്ടിലെ കൃഷി ആകപ്പാടെ താറുമാറായി. കിഴക്കൻ പ്രദേശങ്ങളിൽ, കേരളത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ റബ്ബർ തോട്ടങ്ങളിൽ, തേയിലത്തോട്ടങ്ങളിൽ ഒക്കെ സമരം പലതും ന്യായമാണെങ്കിലും ഈ നേതാക്കന്മാരെ അതിനിടയ്ക്ക് നിന്നുകൊണ്ട് അതിൻ്റെ നോക്കുകൂലി പോലെയോ ഒക്കെ വാങ്ങിച്ചിട്ട് തൊഴിൽ രംഗം ആകപ്പാടെ താറുമാറായി, കലുഷിതമായി, ഉൽപ്പാദനം കുറഞ്ഞു, പുരോഗതി തടയപ്പെട്ടു. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി.
അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിതിനെ വെള്ളപൂശിയിട്ടൊന്നും കാര്യമില്ല. ഇത് കേൾക്കുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം നമ്മൾ പറയുന്നതുകൊണ്ട് തടസ്സമൊന്നുമില്ല. പറഞ്ഞു വരുന്നത്, വിദ്യാർത്ഥികളാകട്ടെ, തൊഴിലാളികളാകട്ടെ, കർഷക തൊഴിലാളികളാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവരൊക്കെ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒരു സമൂഹമായിട്ട് വളരണം, പുരോഗതി പ്രാപിക്കണം എന്നുള്ള ആ ലക്ഷ്യം മറന്നിട്ട് അവരവർക്ക് കിട്ടുന്ന നേട്ടം എത്ര ഉണ്ടാകും എന്നുള്ളതിലേക്ക് അവരുടെ എല്ലാം കാഴ്ചപ്പാട് ചുരുങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല പദ്ധതികളും അവതാളത്തിലായി. പല പദ്ധതികളും സമയത്ത് നടക്കാതെ വന്നു. ചിലവ് പല മടങ്ങ് വർദ്ധിച്ചു. 100 രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ഒരു പ്രോജക്റ്റ് 1000 രൂപ ആയാലും തീരുകയില്ല, 10,000 രൂപ ആയാലും തീരുകയില്ല, ലക്ഷ്യം ഒട്ട് പ്രാപിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത് നമ്മുടെ ജീവിതത്തെ പുരോഗതിയെല്ലാം വല്ലാതെ നമ്മളെ ബാധിച്ചു. അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മളിപ്പം പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ്. അതിനകത്ത് ആർക്കും പരിഭവം തോന്നിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ ചില പാഠം പഠിക്കണം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ പിന്നോക്കം പോയി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് ഈ പിന്തിരിഞ്ഞ് നോട്ടം ആവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരെയും ഒരു ആത്മപരിശോധനയ്ക്കായിട്ട് ഞാൻ വിടുകയാണ്. ഇപ്പോഴും ആ പ്രവണതകൾ പലതും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളതിനകത്ത് മാറ്റം ഉണ്ടാകണം. മാറ്റത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഈ കാര്യങ്ങൾ സംസാരത്തിന് വിഷയമാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ, അതിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.